ഹായ് ഹലോ. അപ്പോൾ കുറേ നാളായില്ലേ നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വ്ളോഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്ളോഗ് തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു ഈ ഒരു നവംബർ ഡിസംബർ ആ ഒരു ടൈമിൽ. നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ ഒരു നമ്മുടെ ദീപാവലി വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടെന്നുള്ളത്. അപ്പോൾ ആ വിശേഷത്തിൽ ഒരെണ്ണമാണ് ഇന്ന് ഞാൻ പറയാൻ പോണത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു മാസം ഫുള്ളും തിരക്കായിരുന്നു. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടൊക്കെ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ ബഡ്ജറ്റ് എല്ലാം തീർന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും എമൗണ്ട് നമ്മുടെ വീട് പണിക്കായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീട് വയ്ക്കുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അത് അറിയായിരിക്കും. കാരണം നമ്മൾ ഒരു എസ്റ്റിമേഷൻ നമ്മളിടും, അതിന്ന് എങ്ങനെ ആയാലും കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും നമ്മൾ വീട് പണിത് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ആവുന്നത്. അപ്പോൾ ഞങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലിരുന്ന ഗോൾഡും അതൊക്കെ നമ്മൾ പണയൊക്കെ വച്ചിട്ട് നമ്മുടെ കയ്യിലിരുന്ന കാശെല്ലാം നമ്മുടെ ഒരു സമ്പാദ്യം പോലെ ഇരുന്ന എല്ലാ കാശും എടുത്ത് വെച്ചാണ് നമ്മൾ വീട് പണി കംപ്ലീറ്റ് ചെയ്തത്. കാരണം അത് പാതിയിലിടാനും പറ്റില്ല, അങ്ങനെ വാടക വീട്ടിലാണല്ലോ ആ സമയത്ത് താമസിച്ചിരുന്നത്. അപ്പം എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് തീരണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് നമ്മുടെ കയ്യിലിരുന്ന എമൗണ്ടും എല്ലാം എടുത്ത് നമ്മൾ വീട് പണിക്ക് എന്താ പറയുക കൊടുത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് വീട് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വീട് പണി കഴിഞ്ഞതിന് ശേഷം, അതാണ് ഞാൻ പറഞ്ഞത്, വീട് പണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആവുന്നില്ല. നമുക്കത് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ വീണ്ടും വരെയാണ്. അപ്പം നമ്മൾ പണയത്തിൽ വെച്ച് ഗോൾഡൊക്കെ തിരിച്ചെടുക്കണം. പിന്നെ എന്താ പറയുക, കുറച്ച് സേവിങ്സ് ഇനി നമുക്ക് എന്താ പറയുക നമ്മുടെ കയ്യിൽ വേണം. ഇപ്പം നമുക്ക് പ്രോഗ്രാമിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മുടെ ചിലവുകൾ അങ്ങനെ പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ പ്രോഗ്രാം. കാരണം മാസത്തിൽ ഒരു 3-4 പരിപാടി ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ഒരു മാസത്തിൽ ഒരു പരിപാടിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വട്ടച്ചെലവിനുള്ളത് മാത്രമേ ആ പരിപാടിയിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിപ്പം ഗോൾഡ് എന്താണ് തിരിച്ചെടുക്കണം. പിന്നെ എന്താ പറയുക നമുക്കൊരു സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു എമൗണ്ടും കൂടെ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സൈഡായിട്ട് കൂടെ എന്തെങ്കിലും വേണം. അപ്പം അങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇച്ചായനും ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്, ഒരു സൈഡ് ബിസിനസ്സായിട്ട്. കാരണം അത് ഫുൾ ടൈം നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ എന്താണ് മ്യൂസിക്കിലാണ് നമ്മുടെ ഫുൾ ഒരു പാഷനും കാര്യങ്ങളും. അപ്പം അതൊരു സൈഡായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ഫുഡ് ബിസിനസ് തന്നെയാണ് മനസ്സിൽ അപ്പോഴും കണ്ടത്. അപ്പം നമുക്കത് സൈഡായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോഴാണ് നമ്മുടെ കൊച്ചിയിൽ ചായ കപ്പിള് ട്രെൻഡാക്കിയ ബൺമസ്കയും ഇറാനി ടീം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആക്ച്വലി ഞങ്ങളിത് ഒരു 1.5 മാസമായി കേട്ടോ. ഞങ്ങളിപ്പം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1.5 മാസമായി. തിരക്ക് കാരണമാണ് എനിക്കിതൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം ഞങ്ങൾ ഒരു നവംബർ ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്. ട്രിവാൻഡ്രത്ത് നമ്മൾ വിഴിഞ്ഞ ഹാർബറിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എന്താ പറയുക, ആദ്യം കുറച്ച് ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം അത്യാവശ്യം നമ്മുടേതായിട്ടുള്ള തന്നെ ഓണായിട്ടുള്ള ചില ഫുഡ് ഐറ്റംസും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ബൺമസ്കയും ഇറാനി ടീം മാത്രമല്ലാതെ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയണത് റെസിപ്പീസും അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിസിനസ് പോകുന്നുണ്ട് ഇതുവരെ. അപ്പോൾ അതൊരു സൈഡായിട്ട് അപ്പം ഞങ്ങൾ സാറ്റർഡേ സൺഡേ മാത്രമേ ഇതിന് ഇറങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ക്രിസ്മസ്, ന്യൂ ഇയർ എന്താ പറയുക അങ്ങനെ ഒരു ഹോളിഡേയ്സ് ഒക്കെ വരുന്ന ടൈമിൽ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. കാരണം നമുക്ക് മറ്റ് സമയങ്ങളിൽ പറഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് പ്രോഗ്രാം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇറങ്ങാനും പറ്റില്ല. അപ്പം ഇത് ഓക്കെ ആണ്. ആക്ച്വലി സാറ്റർഡേ സൺഡേ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൈഡ് ബിസിനസ്സായിട്ട് അത് പോവുകയാണ്. അപ്പം അതാണ് എന്താ പറയുക ഞങ്ങളുടെ ഒരു വലിയൊരു വിശേഷം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരു വലിയ വിശേഷത്തിൽ ഒന്ന്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതും കൂടെ ഷെയർ ചെയ്യണം. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ബോറായിരിക്കും, കേൾക്കണം നിങ്ങൾക്കും ബോറായിരിക്കും. പിന്നെ വേറെ എന്താണ് ഓക്കെ. അപ്പം ഇതിൽ പറയാൻ കാരണം ഈ ബിസിനസ് തുടങ്ങാൻ നേരത്തും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം മ്യൂസിക്കാണല്ലോ ഞങ്ങൾ രണ്ടുപേരുടെയും ആകപ്പാടെ ഉള്ള ഒരു കാര്യം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വേറൊരു ബിസിനസ്സിലോട്ട് പോകുമ്പം എങ്ങനെയാണിത് സക്സസ് ആകുമോ ഇല്ലയോ എന്നും ഒരു ഐഡിയ ഇല്ല. എന്താ പറയുക, ആ സമയത്ത് ഞങ്ങൾ തുടങ്ങുന്ന സമയത്തും അങ്ങനെ ഒരുപാട് ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരുപാട് പേര് ആയിട്ടില്ല കേട്ടോ. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആയി വരുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ കൊച്ചിയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ആയിരിക്കും, ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇഷ്ടപ്പെടുമോ ഒന്നും അറിയില്ല. അപ്പം നമ്മൾ രണ്ടും കൽപ്പിച്ച് തുടങ്ങാനുള്ള പ്ലാനായിരുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ മ്യൂസിക്കൽ ബാൻഡ് തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്താ പറയുന്നത്,
ആ ടൈമിൽ എൻ്റെ അച്ഛനായിരുന്നു ഞങ്ങൾക്ക് ആ ടൈമിൽ ഫുള്ളായിട്ടുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനാണ് തന്നിട്ടുള്ളത്. അപ്പം അച്ഛൻ ഇപ്പം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അച്ഛൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് തന്ന അതേ സപ്പോർട്ട് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു ബിസിനസ്സിനും ഉറപ്പായിട്ടും ഉണ്ടാവുമായിരുന്നു. അപ്പം ഞാൻ അച്ഛനെ ശരിക്കും ഈ ഒരു ടൈമിൽ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങളെ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. മെയിനായിട്ട് ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ട്, ആവി ആൻറ്റി. ആൻറ്റിയും ആൻറ്റിയുടെ മോൻ നിക്കിയുമാണ്. നമുക്ക് നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങ്, എന്തായാലും നിങ്ങൾ മക്കളെ നിങ്ങൾ ഒന്ന് നോക്കണം, നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട്, ഒരു എന്താ പറയുക, ഒരു മെൻ്റൽ സപ്പോർട്ട് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരു മെൻ്റൽ സപ്പോർട്ട് തന്ന ഒരു ആളുകളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ആവി ആൻറ്റി ആൻഡ് നിക്കിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു നെയ്ബർ ആയിരുന്ന ബിന്ദു ആൻറ്റിയും, അതുപോലെ തന്നെ ബിന്ദു ആൻറ്റിയുടെ മക്കൾ ഉണ്ണി, തമ്പി, വാവ, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഫുൾ സപ്പോർട്ടാണ്. എന്താ പറയുക, നമ്മൾ ആ ഒരു എങ്ങനെ പറയണം, നമ്മളിപ്പം നിങ്ങൾ ധൈര്യമായിട്ട് എന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നത്, അത് നമുക്ക് ആ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് അറിഞ്ഞൂടാത്തൊരു ഒരു മേഖലയാണ് ആക്ച്വലി ഫുഡ് എന്ന് പറയുന്നത്. അപ്പം അതിലോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപ്പുവിനെ നോക്കാൻ വരുന്ന നമ്മുടെ കാർത്തു എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരത്തി ഇതിൻ്റെ ഫുഡ് എന്താ വെച്ചാൽ ഫുഡിൻ്റെ എന്താണിത്, ഫുഡ് സേഫ്റ്റിയുടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം കാർത്തു ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ ബെന്നും അനുവും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് എന്താണ്, നമ്മൾ കൂടെ നമ്മുടെ എന്താ പറയുന്നത് സപ്പോർട്ടീവായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് ഒരുപാട് എന്താ പറയുക നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അപ്പം ഇവരെല്ലാവരോടത്തും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു താങ്ക്സ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാലും ഇതും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ആ ഒരു സമയത്തൊരു സപ്പോർട്ട് നല്ല രീതിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഈ എന്താ പറയുക ഒരു നവംബർ ഡിസംബർ ഞങ്ങളുടെ ഫുൾ തിരക്കിനുള്ള കാരണം. ഇതായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങളിൽ ഒന്ന്. ഇനി ഒരു വിശേഷം കൂടെ ഉണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ വേറെ എന്താണ്, അപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് ഹാർബറിൻ്റെ ആ ഏരിയയിലൊക്കെ നിങ്ങൾ കറങ്ങാൻ വരുന്നെങ്കിൽ സാറ്റർഡേ സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 5 to ഒരു ഫുഡ് തീരുന്ന വരെ ഞങ്ങളവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അവിടെ വന്ന് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പം അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ, ടാറ്റാ.